ടോട്ടൽ ഒരു 6 years ഓഫ് പോസ്റ്റ് CA ജേണിയിലുള്ള ഏറ്റവും ഹയസ്റ്റ് മാർക്കാണ് 82 എന്ന് പറയുന്നത്. ഇപ്പോൾ ഒഫീഷ്യലി സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും ടോപ്പ് മാർക്കായിട്ടാണ് പറയുന്നത്. ഫോണിൽ കുറേ വരുന്ന മെസ്സേജുകൾ എന്താണ് ആ സ്റ്റുഡൻറ്റ് ചെയ്തത്. ഓഡിറ്റിങ്ങിൽ ഇത്രയും മാർക്ക് വാങ്ങാൻ പറ്റിയതിൽ എക്സ്ട്രീംലി ഹാപ്പിയാണ്. കുട്ടികൾ പലപ്പോഴും സാറേ ഇത് ഭയങ്കര ടഫ് പേപ്പർ ആണല്ലോ, ഇത് സ്കോർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് പേപ്പർ ആണല്ലോ. ഫസ്റ്റ് ഞാൻ നോക്കിയത് പാസ്സായോ എന്നാണ്. പിന്നെ ഞാൻ നോക്കിയത് ഫസ്റ്റ് ഓഡിറ്റിങ്ങിന്റെ മാർക്ക് റിപ്ലൈ ചെയ്യാൻ തന്നത് 82 എന്ന് പറഞ്ഞിട്ട് 2-3 ഫയർ തോന്നുന്നു മെസ്സേജ്. ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഇത് അങ്ങനെയല്ല, ഇത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുമെങ്കിലും കുട്ടികൾക്ക് ഓഡിറ്റ് അങ്ങനെയല്ല. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ BSc 6 കഴിഞ്ഞ് ക്ലാസ്സിലേക്ക് അക്കൗണ്ട്സിന്റെ ക്ലാസ്സിലേക്ക് കയറി വരാന്ന് പറയുമ്പോൾ പിന്നെ ഇതിലുള്ള ക്വസ്റ്റ്യൻ തിയറി ആണോ അക്കൗണ്ട്സ് ആണോ കൂടുതൽ ഇഷ്ടം എന്നുള്ളതാണ്. മൂപ്പർ ഓഫീസ് നോക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ക്ലാസ് എടുക്കാൻ വരാനെല്ലാം പറ്റുന്നത്. ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ സെപ്റ്റംബർ 24 അറ്റംപ്റ്റിൽ ഓഡിറ്റിൽ റെക്കോർഡ് മാർക്കായ 82 മാർക്സ് സ്കോർ ചെയ്ത മിറാജ ജാസ്മിനെ ആയിട്ട് ഒരു സംസാരിക്കാമെന്ന് വെച്ചിട്ടാണ്. പിന്നെ എൻ്റെ May 24 ബാച്ചിലർ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഈ ഇരിക്കുന്ന ക്ലാസ് റൂമിൽ തന്നെയാണ് ഞങ്ങൾ ഈ സബ്ജക്റ്റ് പഠിച്ചത്. അപ്പോൾ ആ ഒരു ജേണി എങ്ങനെയുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടും ആൻഡ് ഓൾസോ ഈ റിസൾട്ട് വന്നതിന് ശേഷം ഈ ഒരു മാർക്ക് ഞാൻ സ്റ്റാറ്റസ് ആക്കി വെച്ചപ്പോൾ ഒത്തിരി സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് എന്താണ് മിറാജ ചെയ്തത്, എങ്ങനെയാണ് പഠിച്ചത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ആ ഒരു ജേണി കൊണ്ടുപോയതെന്നൊക്കെ കുറേ ഡൗട്ട്സ് ചോദിച്ചായിരുന്നു. അപ്പോൾ അത് ഇയാളുടെ തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അതുകൊണ്ട് നിങ്ങൾക്കൊരു യൂസ്ഫുൾ ആകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു സെഷൻ ചെയ്യാനാണ് വന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ്. താങ്ക് യു സർ. ഇറ്റ്സ് എ ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ്. എൻ്റെ ടോട്ടൽ ഒരു 6 years ഓഫ് പോസ്റ്റ് CA ജേണിയിലുള്ള ഏറ്റവും ഹയസ്റ്റ് മാർക്കാണ് 82 എന്ന് പറയുന്നത്. ഇപ്പോൾ ഒഫീഷ്യലി സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും ടോപ്പ് മാർക്കായിട്ടാണ് പറയുന്നത്. ബാക്കി നമുക്ക് നോക്കാം. സോ ഓഡിറ്റ് എന്ന് പറയുന്നത് പൊതുവേ എല്ലാവർക്കും ഭയങ്കര പ്രശ്നമാണ്. അതായത് ഓഡിറ്റ് പാസ്സായാൽ ഇൻട്രോ പാസ്സായി എന്നൊക്കെയാണ് ആൾക്കാർ പറയാം. അതൊന്ന് മാറിയിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പം ലാസ്റ്റ് അറ്റംപ്റ്റിൽ 80 മാർക്സ് ആയിരുന്നു ടോപ്പറായിട്ട് വന്നത്. ദേവദത്ത് എന്ന് പറയുന്ന സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഈ അറ്റംപ്റ്റിൽ 82 മാർക്സ് വന്ന്. അപ്പോൾ എനിക്ക് പക്ഷേ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഇത്ര സ്കോർ ചെയ്യിപ്പിക്കാനുള്ള പറ്റുമെന്ന്. എൻ്റെ മാർക്ക് 72 ആയിരുന്നു. ബട്ട് എന്തൊക്കെയാണ് ചെയ്തത്? അപ്പോൾ അധികവും എനിക്ക് ഫോണിൽ കുറേ വരുന്ന മെസ്സേജുകൾ എന്താണ് ആ സ്റ്റുഡൻറ്റ് ചെയ്തത്. അപ്പം ഞാൻ പറയും ഞാൻ എന്താ നിങ്ങൾക്കെല്ലാം ചെയ്തു തരുന്നത് അത് തന്നെ കുട്ടിയെടുത്ത് ചെയ്ത്. പക്ഷേ സ്പെസിഫിക്കലി ഇയാളുടെ തന്നെ കേൾക്കുമ്പോൾ കുട്ടികൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. അപ്പോൾ എന്താ സംഭവിച്ചതെന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ CA ഇന്റർ ബോത്ത് ഗ്രൂപ്പ് പാസ് ചെയ്തതിൽ വെരി ഹാപ്പി. ഓക്കെ. ആൻഡ് ഓഡിറ്റിങ്ങിൽ ഇത്രയും മാർക്ക് വാങ്ങാൻ പറ്റിയതിൽ എക്സ്ട്രീംലി ഹാപ്പിയാണ്. ഞാൻ ചെയ്തത് എന്താന്ന് വെച്ചാൽ സാറ് ഡയറക്ഷൻസ് അതേപോലെ കംപ്ലീറ്റ് പക്ക റെഗുലർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത ആ ഡേ തന്നെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ സാറ് പറയുന്ന പോലെ ക്ലാസ്സസ് പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്തു. പിന്നെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള റിവിഷൻസ് പഠിച്ചതൊക്കെ പിന്നെയും റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ട്രൈ ചെയ്തു. അതേപോലെ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് നല്ലോണം ചെയ്തു. അപ്പോൾ അതാണ്. അപ്പോൾ ഞാൻ സാധാരണ നമ്മൾ ക്ലാസ്സിൽ പറയുന്ന ഒരു മെത്തേഡാണ് ലൈക്ക് നമ്മൾ ആദ്യം റീഡ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യുക, പിന്നെ റിവൈസ് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ റീകൾട്ടേറ്റ് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക, പിന്നെ ആൻസർ റൈറ്റ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം ചെയ്തിരുന്നു. ഓക്കെ. അപ്പോൾ പിന്നെ ഒത്തിരി ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റായിട്ട് പോയിരുന്നു അല്ലേ? ടെക്സ്റ്റ് ബുക്ക് ഫുള്ള് ഫസ്റ്റിലെ ടെക്സ്റ്റ് ICA സ്റ്റഡി മെറ്റീരിയൽ കവർ ചെയ്തിരുന്നു. പിന്നെ ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്കിന്റെ ഒരു ക്വസ്റ്റ്യൻസും പ്രൊവൈഡ് ചെയ്തിരുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ഓക്കെ. പിന്നെ ഞാനൊരു 3-4 പ്രാവശ്യം റിവൈസ് ചെയ്തിരുന്നു. ഓക്കെ. അതിലിങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇട്ടിരുന്നു. അപ്പോൾ അത് യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഓക്കെ. വേറെ എന്താണ് ഇപ്പോൾ വേറൊരു സംഭവം നമുക്ക് ക്ലാസ്സിൽ നിന്ന് അധികം നമ്മുടെ ഫീൽ ചെയ്യൽ. ഇപ്പോൾ ഞാൻ ഓഡിറ്റ് എടുക്കാൻ വേണ്ടി വരുന്ന സമയത്ത് കുട്ടികൾ പലപ്പോഴും സാറേ ഇത് ഭയങ്കര ടഫ് പേപ്പർ ആണല്ലോ, ഇത് സ്കോർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് പേപ്പർ ആണല്ലോ എന്ന ഒരു മുൻവിധിയോടുകൂടിയാണ് ക്ലാസ്സിൽ കുട്ടികൾ ഇരിക്കുക. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യാൻ എന്താണ്? ഇപ്പം ഇനി ബ്രേക്ക് ചെയ്യാൻ നിന്റെ ഫോട്ടോ ആണ് കാണിക്കാനുള്ളത്. മേ ബി ഫസ്റ്റ് ഞാൻ കാണിക്കുക 82 മാർക്സ് മാർക്ക് ലിസ്റ്റ് കാണിച്ചു കഴിഞ്ഞാൽ അത്രയും സ്കോർ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ആക്ച്വലി ഇപ്പോൾ ഈവൺ അക്കൗണ്ട്സിലോ കോസ്റ്റിംഗിലോ സ്കോർ ചെയ്യുന്നതിനേക്കാളും നല്ലൊരു സ്കോറാണ് വന്നത്. അപ്പോൾ അത് പറ്റൂ എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു. അപ്പോൾ അങ്ങനെ ആദ്യമേ പ്ലാൻഡ് ആയിരുന്നോ ഇത് ഇത്ര സ്കോർ ചെയ്യണോ, അല്ലെങ്കിൽ പിന്നെ സംഭവിച്ചോ? ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് ഇന്റർലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ കേൾക്കുന്നതാണ് പറ്റൂല, കഴിയൂല, പാസ് മാർക്ക് എത്തിയാൽ എത്തി. അപ്പൊ തന്നെ എനിക്കൊരു ചലഞ്ച് ആയിട്ട് ഞാൻ അത് ഏറ്റെടുത്തത്. ഓഡിറ്റിംഗിൽ എന്തായാലും ഞാൻ സ്കോർ ചെയ്യുന്നതിൽ എന്റെ പേപ്പറിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ഗുഡാണെന്ന് ആദ്യം പ്ലാൻ ചെയ്തു. നിർബന്ധം. ഓക്കെ, ഗുഡ്. പിന്നെ നമ്മൾ ക്ലാസ്സിൽ ആ
അപ്പോൾ ഞാനും ഇപ്പോൾ 2 വർഷം ഇവയിൽ വർക്ക് ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ് എല്ലാം കൂടെ ഷെയർ ചെയ്യുമ്പോൾ ഇപ്പം കണക്ട് ചെയ്യാൻ പറ്റാറുണ്ട് എന്ന് തോന്നുന്നു അല്ലേ? ആ ഓക്കെ. വേറെന്താണ് പിന്നെ കുട്ടികളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ളതിലേക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ട് നോക്കണമെന്നുണ്ടോ? എന്തെങ്കിലും ഒരു അഡ്വൈസ് പോലെ എന്തെങ്കിലും ഇങ്ങനെ സ്കോർ ചെയ്യാൻ, അല്ലെങ്കിൽ ഈ മാർക്ക് കിട്ടിയപ്പോൾ ഓക്കെ ബിഫോർ ദാറ്റ് എന്തായിരുന്നു ആ ഒരു ഫീൽ? എന്തായിരുന്നു മാർക്ക് കണ്ടപ്പോഴാണോ പാസ്സായെന്നാണ്? എന്താണ് കൂടുതൽ ഹാപ്പി ആക്കിയത്? ഫസ്റ്റ് ഞാൻ നോക്കിയത് പാസ്സായോന്നാണ്. പിന്നെ ഞാൻ നോക്കിയത് ഫസ്റ്റ് ഓഡിറ്റിംഗിന്റെ മാർക്ക് നോക്കി. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഓഡിറ്റിംഗിന് എനിക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യണം എന്നുള്ളത് അത്രയും നിർബന്ധം. എനിക്കും നീ മെസ്സേജ് അയച്ച സമയത്ത് ഞാനിങ്ങനെ പാസ്സായി സാർ, ഓക്കെ മാഷാ അല്ലാ ഹാപ്പി. ഇപ്പൊ ഞാൻ പിന്നെ എപ്പോഴും ഞാൻ ആര് മെസ്സേജ് അയച്ചാലും ആദ്യം ഞാൻ മാർക്ക് നോക്കും. ഇപ്പൊ 80 റിപ്ലൈ ചെയ്യാൻ തന്നത് 82 എന്ന് പറഞ്ഞിട്ട് 2-3 ഫയർ ആണെന്ന് മെസ്സേജ് അയച്ചു. പിന്നെ എനിക്ക് മതിയാതില്ല, അത് സന്തോഷം കൊണ്ടേ. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ആക്ച്വലി ഓഡിറ്റില് ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ ഇഷ്യൂ അതെന്ന് വെച്ചാൽ അക്കൗണ്ട്സും അല്ലെങ്കിൽ കോസ്റ്റിംഗ് ഒക്കെ പോലെ ഭയങ്കര സ്കോറിംഗ് അല്ല ഓഡിറ്റ് എന്നൊരു മുൻവിധിയോടുകൂടി കുട്ടികൾ ക്ലാസ്സിൽ ഇരിക്കും. അപ്പോൾ ഞാനും അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഇതങ്ങനെയല്ല, ഇത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുമെങ്കിലും കുട്ടികൾക്ക് ഓഡിറ്റ് അങ്ങനെയല്ല, ഓഡിറ്റ് ടഫാന്ന് ഞങ്ങളെ സീനിയേഴ്സും സൂപ്പർ സീനിയേഴ്സും എല്ലാം ഓൾറെഡി പറഞ്ഞാണ്, അതുകൊണ്ട് ഇത് ടഫായിരിക്കും എന്ന ഒരു മൈൻഡ് സെറ്റോട് കൂടി കുട്ടികൾ ഇരിക്കും. അപ്പൊ അതിനെ എങ്ങനെയാണ് നമ്മൾ മറികട, എങ്ങനെ അത് സ്കോറിംഗ് ആയിട്ട് തോന്നിയത്? അത് ക്ലാസ് ഇരുന്നപ്പോൾ ഇത് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നൽ വന്നാണോ, അല്ലെങ്കിൽ ഇത് ചാലഞ്ചിങ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് ഈ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്തതാണോ? എങ്ങനെയാണ് അവിടെ സ്ട്രാറ്റജി ഫിക്സ് ചെയ്തത്? അത് CA ഇന്ററിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ നമ്മൾ കേൾക്കുന്നതാണല്ലോ, ഓഡിറ്റിംഗ് വരാൻ പോകുന്നുണ്ട്, ഓഡിറ്റിംഗ് ടഫ് ആയിരിക്കും, സ്കോർ ചെയ്യാൻ പാടാണ് എന്നുള്ളതൊക്കെ. അപ്പൊ അതൊരു ചലഞ്ച് പോലെ ഏറ്റെടുക്കണം എന്നുള്ളത് തന്നെ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ചലഞ്ച് ആക്കിയിട്ട് അതിനായിട്ട് പ്രയത്നിച്ചാണ്. ഓക്കെ, മറ്റൊരു കാര്യം വ്യൂവേഴ്സിന് അറിയാൻ വേണ്ടിയിട്ട് ആള് BSc ഫിസിക്സ് ആണ് അല്ലെ? BSc ഫിസിക്സ് ആണ്. എന്റെ സാറ് എന്റെ പഠിപ്പിച്ച ഞാൻ ആർട്ടിക്കിൾഷിപ്പ് ചെയ്ത എന്റെ സാറ് BSc ഫിസിക്സ് ആയിരുന്നു. ഇപ്പൊ ഞാൻ ചോദിച്ചിട്ടാണ് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചിലപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞാണോ അറിയില്ല. ഇപ്പോൾ ഞാനും +2 ബയോളജി മാത്സ് ആയിരുന്നു, എന്നിട്ടാണ് CAക്ക് വന്നത്. അതും വലിയൊരു അച്ചീവ്മെന്റ് ആണ്, കാരണം വേറെ ഒരു സ്ട്രീമിൽ വന്നിട്ട് ഇവിടെ ഇത്ര നല്ലൊരു സ്കോർ വന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ എനിക്ക് ജസ്റ്റ് ചോദിക്കാനുള്ളത്, വേറെ ഇപ്പോൾ സ്കോറിങ് നല്ലോണം വന്നതുകൊണ്ട് ഞാനൊരു ഇമ്പാക്ട് ഉണ്ടാക്കി എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വേറെ ഏതെങ്കിലും ഒരു ഫാക്കൽറ്റീനെ പറ്റി ചോദിച്ചാൽ ആരെ പറ്റിയാ പറയാ? പിന്നെ സഹീൽ സാറ്, നമ്മുടെ ഫസ്റ്റ് ഇന്റർ ബാച്ചിലേക്ക് കയറിയത് തന്നെ സഹീൽ സാറെ ക്ലാസ്സിലും. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ BSc ഫിസിക്സ് കഴിഞ്ഞ് ക്ലാസ്സിലേക്ക് അക്കൗണ്ട്സിന്റെ ക്ലാസ്സിലേക്ക് കയറി വരാന്ന് പറയുമ്പോൾ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവുന്നു. അപ്പൊ സാറാണെങ്കിൽ അന്ന് എടുത്തത് AS13 ആണ്. അപ്പം അത് സാറ് ഫ്രം ദ സ്ക്രാച്ച് മനസ്സിലാക്കി തന്നിട്ടുണ്ടെങ്കിൽ ഇത് സാറ് ഡെഡിക്കേഷൻ തന്നെ. അതെ, സാറും അങ്ങനെ തന്നെ. ഞങ്ങൾ ഒന്നിച്ച് വർക്ക്, ഞാനും സാറും ഒന്നിച്ചാണ് ഇവിടെ വരുന്നത്. ഒരു തരത്തിൽ എന്നെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ശൈലി സാറാണ്. അതുകൊണ്ട് സാറ് ഓക്കെ, വെരി നൈസ് ടു നോ ദാറ്റ് സാറിന്റെ നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാനിനി എടുക്കാൻ പോകുന്നത് കുറെ കുട്ടികൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചായിരുന്നു. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഞാൻ ജസ്റ്റ് ചോദിക്കാം. അതിലൊരു ക്വസ്റ്റ്യൻ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ചെയ്തിരുന്നു. ഡെഫിനറ്റ്ലി ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ അത് ഇമ്പോർട്ടന്റ് ആണ്. കംപ്ലീറ്റ് ആൻസേഴ്സ് ഒന്നും എഴുതി തീർക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും കീവേഡ്സിനെങ്കിലും ഒന്ന് പോയിന്റ്സ് ആക്കിയിട്ട് എഴുതാൻ പറ്റണം. അപ്പൊ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ് എന്ന് ഉറപ്പ് വരും. ഓക്കെ, നെക്സ്റ്റ് പിന്നെ ഒരു ക്വസ്റ്റ്യൻ വന്നത് ഫുൾ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് കവർ ചെയ്യാൻ പറ്റിയിരുന്നോ? സ്റ്റഡി ലീവിൽ എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്തത്? സ്റ്റഡി ലീവില് ഡെയിലി ഞാൻ ഇത്ര ടൈം സ്പെൻഡ് ചെയ്യും. അത് പക്ക കറക്റ്റ് അലോട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഡെയിലി ഞാൻ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന ടൈമില് ഓഡിറ്റിംഗ് എടുക്കും. കഴിയുന്നത് അത്ര വായിക്കും. കാരണം ചിലപ്പോ ഇന്ന് നമുക്ക് കിട്ടുന്ന ആ ഒരു എനർജി നാളെ, അതായത് പഠിക്കുമ്പോ നല്ലോണം അങ്ങോട്ട് അതിൽ തന്നെ ഇരിക്കും. അല്ലാണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് എല്ലാ ദിവസവും ഇത്ര മണിക്കൂർ പഠിക്കുക അങ്ങനെയാണോ വരുന്നത്? അല്ലെ ഒരു ഫ്ലോ കിട്ടുമ്പോ നോക്കിയിരുന്നു. കാരണം അത് ചാലഞ്ചിങ് ആയതുകൊണ്ട് സ്കോർ ചെയ്യണം എന്നുള്ള മൈൻഡിലുണ്ട്. എല്ലാ ദിവസവും നോക്കിയിരുന്നു, ചില ദിവസം കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യും. അല്ലാണ്ട് വളരെ പക്ഷെ റെഗുലർ ആയിട്ട് നോക്കിയിരുന്നു അല്ലെ? ഓക്കെ, പിന്നെ റിവിഷൻ എങ്ങനെയാണ് ചെയ്തത്? എന്തായിരുന്നു റിവിഷൻ പ്ലാൻ? എന്തായിരുന്നു റിവിഷൻ എന്ന് പറയുമ്പോൾ ചില ചാപ്റ്റേഴ്സ് നമുക്ക് 1-2 തവണ ഒന്ന് നോക്കിയിട്ട് പിന്നെ എക്സാമിന്റെ തലേന്നൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതിയാവും. ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ, പിന്നെ ഓഡിറ്റ് റിപ്പോർട്ടൊക്കെ അതൊക്കെ കുറച്ച് 700 സീരീസ്. അപ്പൊ അതൊക്കെ പിന്നെയും എനിക്ക് പറ്റാവുന്നത്ര ഞാൻ റിവൈസ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് റിവൈസ് ചെയ്തുകൊണ്ടിരുന്നു. ഓക്കെ, പിന്നെ വല്ല ഇങ്ങനെ നോട്ട്സ്, ഞാൻ ക്ലാസ്സിൽ ഓൾറെഡി നോട്ട്സ് തരാറുണ്ട്.
അത് കൂടാണ്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാറുണ്ടായിരുന്നു. നോട്ട്സ് ഞാനായിട്ട് അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമില്ല. ഞാനിങ്ങനെ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ്. അപ്പോൾ ക്വസ്റ്റ്യൻ ബാങ്ക് എടുത്തിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുകയും ചെയ്തത്. നോട്ട്സും ടെക്സ്റ്റ് ബുക്കും റീഡ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ ഇതിലുള്ള ക്വസ്റ്റ്യൻ തിയറി ആണോ അക്കൗണ്ട്സ് ആണോ കൂടുതൽ ഇഷ്ടം എന്നുള്ളതാണ്. തിയറി എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആണ്. കാരണം ഓഡിറ്റ് ലോ അതൊക്കെ എന്തായാലും വിത്തിൻ ആ ടെക്സ്റ്റ് ബുക്കിനകത്ത് നിന്ന് വരും. പ്രോബ്ലം പേപ്പേഴ്സ് ആകുമ്പോൾ ഞങ്ങൾ പറയും ലൈക്ക് മാർജിനൽ കോസ്റ്റിംഗിൽ 100 ക്വസ്റ്റ്യൻ ചെയ്താൽ 120 ക്വസ്റ്റ്യൻ ചോദിക്കും. ഇപ്പൊ അക്കൗണ്ട്സ് ആണെങ്കിൽ ഒരു സ്ട്രക്ചർ ഉണ്ടെങ്കിലും ക്വസ്റ്റ്യൻസ് ചിലപ്പോ ഇപ്പൊ വരുന്നുണ്ടെന്ന് പറയുന്നു. പക്ഷെ ഓഡിറ്റിലും ലോലും അതെ, ലൈക്ക് ആ പറഞ്ഞതിന്റെ ഉള്ളിൽ നിന്ന് കിട്ടും. നല്ലോണം റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെ. പിന്നെ എന്താണ് പിന്നെ ആർട്ടിക് പ്ലാൻസ് എന്താണ്? ഇവിടെ തന്നെയാണോ അല്ലെ വേറെ സിറ്റിയിൽ നോക്കുന്നുണ്ടോ? കാലിക്കറ്റ് ആണ് പ്ലാൻ ചെയ്യുന്നത് അല്ലേ? ഓക്കെ ഓക്കെ. എൻ്റെ അടുത്ത് ഇപ്പോൾ ഓൾറെഡി ഒരു 10-12 ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓൾറെഡി ഇവിടെ പെൻഡിങ് ഉണ്ട്. എവിടെ വേണമെങ്കിലും ജോയിൻ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ ഇപ്പോൾ ITT ഓറിയന്റേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തോ? ഓറിയന്റേഷൻ കംപ്ലീറ്റ് ചെയ്ത് ITT സ്റ്റാർട്ട് ചെയ്യണം. ഓ ഓക്കെ. അപ്പോൾ അത് ജസ്റ്റ് അവിടെ പറഞ്ഞാൽ മതി. ITT പെൻഡിങ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് അലോ ചെയ്തോളും. ഓക്കെ. പിന്നെ അപ്പോൾ റിസൾട്ട് എങ്ങനെയാ നോക്കിയത്? വീട്ടിൽ നിന്ന് സ്വന്തം നോക്കിയോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും നോക്കിപ്പിക്കണോ ചെയ്തത്? റിസൾട്ട് ഞാൻ എന്റെ ഫ്രണ്ട് ആളും ഇവിടെ തന്നെ റിനു ആണ് നോക്കിയത് അല്ലേ? റിനു കഴിഞ്ഞ അറ്റംപ്റ്റില് ബോത്ത് ഗ്രൂപ്പ് പാസ്സായ ആളാണ്. 5 എക്സംഷനോട് കൂടി പാസ്സായ ആളാണ്. ഓഡിറ്റിലും എക്സംഷനുള്ള ആളായിരുന്നു. ഓക്കെ. റിനു ആണ് നോക്കി തന്നത്. അപ്പൊ റിനു വിളിച്ചു പറഞ്ഞു. റിനു ആണ് റിനു നീ ഒന്നിച്ചായിരുന്നല്ലോ വെത്തും പോക്കും ഒക്കെ കമ്പനി. ഇപ്പൊ അവളുള്ള ഫേമിലേക്കാണ് പോകാൻ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ എങ്ങനെയാണ്? അപ്പൊ അവള് വിളിക്കുമ്പോൾ തന്നെ അറിയായിരുന്നു അല്ലേ പാസ്സാവുമെന്ന്? പാസ്സായാലാണല്ലോ വിളിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പൊ റിനു ആണ് നോക്കി തന്നത്. അപ്പൊ ശരിക്കും അങ്ങനെയുള്ള ഒരു നല്ലൊരു ഫ്രണ്ടും നമ്മളെ പഠനത്തിലുള്ളത് നല്ലതാ അല്ലെ? അപ്പൊ ഞാൻ പറയാറുണ്ട് നല്ല റിലേഷൻഷിപ്പിലും നല്ല ഗുഡ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ എൻ്റെ കൂടെ ഇപ്പൊ ഫൗണ്ടേഷന് ഒന്നിച്ചുള്ള ആളാണ് എൻ്റെ CA ഫേമിൽ എൻ്റെ ഇപ്പോഴത്തെ പാർട്ണർ. മൂപ്പർ ഓഫീസ് നോക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ക്ലാസ് എടുക്കാൻ വരാനെല്ലാം പറ്റുന്നത്. അപ്പോൾ നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കും ചിലപ്പം ഭാവിയിൽ ഫാമിലി പാർട്ട്നേഴ്സൊക്കെ ആയിട്ട് നിൽക്കാനും പറ്റും. അപ്പോൾ വളരെ അത് എന്ത് തോന്നുന്നു ലൈക്ക് ആ ഒരു സറൗണ്ടിങ്ങിൽ ഈ ക്ലാസ് റൂമിലാണല്ലോ പഠിച്ചത്. ഇപ്പൊ ദിസ് വാസ് ലൈക്ക് ഇതൊരു വലിയ ക്ലാസ് റൂം ആയിരുന്നു. ഇപ്പോൾ ഞാൻ തന്നെ വരുമ്പോൾ എന്താ പറയാ ഒരു വലിയൊരു ക്രൗഡായിരുന്നു നിങ്ങൾ. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻസ് കാര്യം എല്ലാ ക്ലാസ്സിലും ഉണ്ടായിരുന്നു അല്ലെ? ഒരു ക്ലാസ് പോലും മിസ് ചെയ്തിട്ട് അത് പല കുട്ടികളും. അപ്പോൾ എനിക്കത് പറയാനുള്ളത് ഇപ്പം ചില കുട്ടികൾ ഇപ്പം കോഴ്സിന് വരുന്ന സമയത്ത് ഭയങ്കര ആക്റ്റീവായിട്ട് വരും, ഭയങ്കര ഡൗട്ട്സ് എല്ലാം ചോദിക്കോ. പിന്നെ ഒരു 3 months എല്ലാം കഴിയുമ്പോഴത്തേക്ക് ഒരു എന്താവും മേ ബി ഞാൻ ഇനി ഒരു ഗ്രൂപ്പ് മതി, അല്ലെങ്കിൽ ഒന്നിങ്ങനെ മാറി തുടങ്ങും. ഇപ്പൊ ഫർഹത്തുള്ളൊക്കെ ആദ്യമേ കൊണ്ടുവന്നിട്ട് അവസാനം വരെ കൊണ്ടുപോയ ആളാണ് ഫർഹത്തുള്ള. പിന്നെ നമ്മളെ ഷാമില് കുറെ പേരുണ്ട് ഈ ബാച്ചില്. പിന്നെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ റിനുവിനെ പറയുകയാണെങ്കിൽ റിനു, അപ്പൊ കുറെ പേര്. അപ്പൊ ക്ലാസ്സിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് എന്നാ തോന്നി? ജസ്റ്റ് റാൻഡം ആയിട്ട് ചോദിച്ചാൽ. ക്ലാസ് ഞാൻ 100% അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ക്ലാസ്സിൽ എന്ത് കിട്ടുന്നോ അതാണ് നമ്മള് ക്ലാസ്സിൽ ഫാക്കൽറ്റീസ് തന്നെ ഡയറക്ഷൻസ് കണ്ടന്റിനേക്കാളും കൂടുതൽ അവരുടെ ഡയറക്ഷൻസ് എന്താന്നുള്ളത് അവരെടുത്ത് തന്നെ കേൾക്കണം. അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ കൂടെ പഠിച്ച ഫ്രണ്ട്സിന്റെ എക്സ്പീരിയൻസ് ഒക്കെ കേൾക്കുമ്പോൾ അതൊക്കെ ഒരുപാട് ഇൻസ്പയറിംഗ് ആണ് തോന്നിയിട്ടുണ്ട്. എനിക്കിപ്പോ തോന്നാറുള്ളത് കുട്ടികള് ഈ തുടക്ക സമയത്ത് 100% എല്ലാവരും വരും. പിന്നെ ഒരു 3-4 months ആകുമ്പോഴത്തേക്ക് പല റീസൺ കൊണ്ട് ഒരു ക്ലാസ് സ്കിപ്പ് ചെയ്തിട്ട് വേറെ പഠിക്കാൻ നോക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഈവൺ അറ്റ്ലീസ്റ്റ് എക്സാം ഈ അറ്റംപ്റ്റിൽ ഒരു ഗ്രൂപ്പ് ചെയ്യുന്നില്ലേ പോലും ആ ക്ലാസ് എങ്കിലും അറ്റൻഡ് ചെയ്യണം അല്ലെ? എന്നിട്ട് അടുത്തതിനത് പ്രിപ്പറേഷൻ ഉപയോഗിക്കാമല്ലോ. അപ്പൊ നമ്മൾ ആ നോമ്പ് സമയത്തൊക്കെ എല്ലാ ഇതിനും വന്നിരുന്നു. അപ്പോൾ അതാണ് അത് നമ്മൾ എപ്പോഴും കൊടുക്കുന്ന ഡയറക്ഷൻ തന്നെയാണ്. ക്ലാസ് മൊത്തമായിട്ട് അറ്റൻഡ് ചെയ്യുക, റിവൈസ് ചെയ്യുക, റീകളക്ട് ചെയ്ത് ആൻസർ റൈറ്റ് ചെയ്യുക, എന്നാല് പാസ്സാവുന്നല്ല എക്സാംഷൻ അടിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പൊ അത് ഇയാളുടെ കാര്യത്തിൽ നടന്നു. ഓക്കെ. അപ്പോൾ ഇതുപോലെ നല്ല ഹൈ സ്കോർ എല്ലാം മേടിച്ച് സൗത്ത് ഇന്ത്യ ഓൾ ഇന്ത്യ ടോപ്പേഴ്സ് എല്ലാം വരുമ്പോഴാണ് ആക്ച്വലി നമുക്ക് ഈ പ്രൊഫഷനിലേക്ക് വന്നാലുള്ള ഏറ്റവും വലിയ ഹാപ്പിനെസ് നിങ്ങളെപ്പോലത്തുള്ള കുട്ടികൾ ഇങ്ങനെ പാസ്സാകുന്ന കാണുമ്പോഴാണ്. ശരിക്കും അത് മനസ്സാട്ടി പറയാണ്, ശരിക്കും അത് ഒരു ഫീലാണ്. ആൻഡ് നിങ്ങളെ ചില വോയിസ് എല്ലാം കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അത് നമ്മളെ ഫാക്കൽറ്റീസായിട്ട് ഷെയർ ചെയ്യുന്ന സമയത്തും ഇപ്പോൾ ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യുമ്പോഴാണെങ്കിലും. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് കുറച്ച് മുന്നേ ഉള്ള അറ്റംപ്റ്റിൽ ഒരു അമൽ എന്ന് പറയുന്ന സ്റ്റുഡൻറ്റ് അവനിങ്ങനെ ഫോണിൽ വിളിച്ച് കരയായിരുന്നു. അവന് ബോത്ത് ഗ്രൂപ്പ് പാസ്സായി, എൻ്റെ പേപ്പറിൽ കണ്ടില്ല എക്സംഷനായി. അപ്പോൾ അത് ഓരോരുത്തരുടെ ലൈഫ് മാറ്റാണല്ലോ. അപ്പം അതാണ് ഇതിൻ്റെ വിജയം. അപ്പം നമ്മളും
പിന്നെ ഇങ്ങനത്തെ ഒരു പ്രൊഫഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരുടെ വിജയം പിന്നെ ആ ഒരു പ്രയാസമാണ് നമ്മളെ സ്ട്രെങ്ത്. ഓക്കെ, അപ്പോൾ എൻ്റെ വക ഒരു കുഞ്ഞ് ഗിഫ്റ്റ് തരാം. ഇത് ഞാൻ ഇപ്പം വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കാണ്. അപ്പോൾ അത് നീ ഇനി വായിച്ചോ. ഓക്കെ, സോ കീപ് ഇറ്റ് വിത്ത് യു ആസ് എ ടോക്കൺ ഓഫ് ലവ്. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.